നമസ്തേ നമസ്തേ, എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ. കർക്കിടക മാസം മറ്റന്നാളാണ് 1-ാം തീയതി അല്ലേ? കർക്കിടക മാസം എന്ന് വെച്ചാൽ വളരെ പുണ്യപ്പെട്ട മാസമെന്ന് പറയാം. അതായത് രാമായണ മാസമാണ്. ഈ മാസം മുഴുവനും ശ്രീരാമ കീർത്തനങ്ങളാൽ മുഖരിതമായ അന്തരീക്ഷമായിരിക്കും ക്ഷേത്രങ്ങളിലും അതുപോലെ തന്നെ കുടുംബങ്ങളിലൊക്കെ വീടുകളിലൊക്കെ അല്ലേ. അപ്പം നമ്മളും ഇവിടെ അതിനു വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. മറ്റന്നാളാണ് നമ്മളുടെ കർക്കിടകം 1 രാമായണ മാസം ആരംഭിക്കണത്. അപ്പം നാളെ സംക്രമമാണ്. നാളെയാണ് കർക്കിടക സംക്രമം. കർക്കിടക സംക്രമത്തിൻ്റെ പ്രത്യേകത നിങ്ങൾക്കറിയാൻ തോന്നുന്നു അല്ലേ? കഴിഞ്ഞ പ്രാവശ്യം വിഷു സംക്രമം ഉണ്ടായിരുന്നു അല്ലേ? മകരമാസം 1-ാം തീയതിയാണ് ഉത്തരായണം ആരംഭിക്കുക. ഉത്തരായണം വെച്ചാൽ ഉത്തര ഭാഗത്തേക്ക് വടക്ക് ഭാഗത്തേക്കുള്ള അയനം യാത്രയാണ്. സൂര്യൻ്റെ വടക്ക് ഭാഗത്തേക്കുള്ള യാത്രയാണ് ഉത്തരായണം എന്ന് പറയണത്. സംക്രമണം എന്ന് വെച്ചാൽ സംക്രമണം ചെയ്യുക, സഞ്ചരിക്കുക എന്നർത്ഥം. അപ്പോൾ നമുക്കറിയാം മകരമാസം 1 മുതൽ ഏറ്റവും തെക്കേ അറ്റത്ത് നിന്നിരുന്ന സൂര്യൻ തെക്കേ അറ്റത്തൊന്നുമല്ല കേട്ടോ, നമുക്ക് ദൃഷ്ടിഗോചരമാവണമെന്നാണ് തെക്കേ അറ്റം എന്ന് പറയണത്. നമ്മൾ അല്ലാതെ സൂര്യന് മാറ്റമൊന്നുമില്ല. സൂര്യ സ്ഥലത്ത് നിശ്ചലമായിട്ട് നിൽക്കുകയാണ്, ഭൂമിയാണ് അതിനെ ചുറ്റിക്കറങ്ങണത് എന്നൊക്കെ നമുക്കറിയാം. എങ്കിലും നമ്മളിങ്ങനെ കണക്ക് കൂട്ടുമ്പോഴേ, ജ്യോതിഷക്കാർ കണക്ക് കൂട്ടുമ്പോൾ തെക്കേ അറ്റത്ത് അതുവരെയും കാണപ്പെട്ടിരുന്ന സൂര്യൻ വടക്കോട്ടുള്ള അയനം തുടങ്ങുന്നത് മകരമാസം 1-ാം തീയതി തൊട്ടാണ്. അപ്പം മകരം 1 തൊട്ട് മകരം, കുംഭം, മീനം. മീനം കഴിഞ്ഞ് മേടമാസം 1-ാം തീയതി ആകുമ്പോൾ നമ്മുടെ നേരെ മുന്നിലായിട്ട്, പിന്നെ നമുക്ക് തെക്കോട്ട് നോക്കണ്ട, നേരെ കിഴക്കോട്ട് നോക്കിയാൽ മതി. ആ സമയമാണ് വിഷു സംക്രമം എന്ന് പറയുന്നത്. വിഷുവിൽ നേരെ മുന്നിലാണ് മേടമാസം 1-ാം തീയതി. നെക്സ്റ്റ് അടുത്ത് തുടങ്ങുകയാണെങ്കിൽ മേടം, എടവം, മിഥുന മാസത്തിൻ്റെ അവസാന ദിവസത്തുമ്പോൾ അതങ്ങനെ വടക്കെത്തി അവിടെ നിൽക്കുകയാണ്. അവിടെ നിന്ന് തെക്കോട്ട് സംക്രമണം സ്റ്റാർട്ട് ചെയ്യാണ്. അതാണ് നാളത്തെ ദിവസം. അറ്റത്തെത്തുകയാണ്, വടക്കേ അറ്റത്തെത്തുകയാണ്. ഇനി വരാൻ പോണത് ദക്ഷിണായനാണ്. അപ്പോൾ കുറേ നാൾ ഇങ്ങനെ ഉത്തരായണം എത്തിക്കഴിഞ്ഞാൽ 6 മാസം വരെ ദക്ഷിണായനാണ്. ദക്ഷിണ ഭാഗത്തേക്ക് സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. അത് കർക്കിടക മാസം 1 തൊട്ട് ദക്ഷിണായനം ആരംഭിക്കുകയാണ്. അതാണ് അതിൻ്റെ. അപ്പോൾ ദക്ഷിണായന പുണ്യകാലമാണ്. എല്ലാം പുണ്യകാലം തന്നെ കേട്ടോ. നല്ലത് ചെയ്താൽ എല്ലാം പുണ്യം, ചീത്ത ചെയ്താൽ എല്ലാം പാപം എന്നല്ലേ പറയുക. അപ്പോൾ ദക്ഷിണായന പുണ്യകാലം. അതോടുകൂടി നമ്മളെല്ലാവരും പുണ്യം നേടാൻ വേണ്ടിയിട്ട് തന്നെയാണ് രാമായണം വായിക്കുന്നതും നാമജപങ്ങൾ നടത്തുന്നതും പൂജകൾ നടത്തുന്നതും സൽക്രമങ്ങൾ നടത്തുന്നതും ഒക്കെ പുണ്യത്തിന് വേണ്ടിയിട്ടാണ്. നല്ല കാര്യമാണല്ലോ. അപ്പോൾ ഇവിടെ കർക്കിടക മാസം ഫുള്ളും നമ്മൾ എന്താ ചെയ്യണത്? രാവിലെ നേരത്തെ എഴുന്നേറ്റ് കുളിച്ച് അല്ലേ. അപ്പം ഈ തുടങ്ങാണ്, കുളിക്കുന്നു, വിളക്ക് കൊളുത്തുന്നു, സൂര്യനെ നമസ്കരിക്കുന്നു, പിന്നെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടാണ് ലാസ്റ്റ് നമ്മൾ ഭക്ഷണം ഉണ്ടാക്കാൻ തന്നെ തുടങ്ങുക. അതും നല്ല പ്യുവറായിട്ടുള്ള നല്ല സാത്വികമായിട്ടുള്ള ആഹാരങ്ങളൊക്കെ കഴിക്കണം എന്നാണ് പറയുക. പ്രത്യേകിച്ചും കാരണം മഴക്കാലമായതുകൊണ്ടും കർക്കിടക മാസമായതുകൊണ്ടും നമുക്ക് ശരീരത്തിൽ വളരെയധികം ഊർജം കിട്ടാനുള്ള മരുന്നുകളൊക്കെ കഴിക്കുന്ന സമയമാണ്. പലതരത്തിലുള്ള മരുന്നുകൾ, കഷായങ്ങളൊക്കെ കഴിക്കുന്ന സമയമാണ് കർക്കിടക മാസം. കാരണം നല്ല മഴയായിരിക്കും, റെസ്റ്റ് എടുക്കാൻ പറ്റിയ സമയമാണ് ഇപ്പോൾ. ആയുർവേദിക്കായിട്ടുള്ള മരുന്നുകൾ കഴിക്കുമ്പോൾ റെസ്റ്റ് വേണം, നിർബന്ധമാണ്. അധികം പണിയൊന്നും എടുക്കാൻ പാടില്ല. അപ്പോൾ ഈ കർക്കിടക മാസമാണ് മരുന്ന് കഴിക്കാനുള്ള ഏറ്റവും പറ്റിയ സമയം. മഴയായതുകൊണ്ട് ആർക്കും പുറത്തേക്കൊന്നും ഇറങ്ങാൻ പറ്റില്ല. മഴക്കാലത്തേക്ക് നമ്മളെല്ലാതും കരുതി വെച്ചിട്ടുണ്ടായിരിക്കും, വലിയ കാര്യമായിട്ട് പണിയെടുക്കണ്ട. ഈ സമയത്ത് നമുക്ക് മരുന്നൊക്കെ കഴിക്കാം. ഇപ്പോൾ ഈ കർക്കിടക മാസം നല്ല മാസമായിട്ടുള്ള കർക്കിടക മാസം വരുമ്പോഴേക്കും നമ്മൾ ശിവോതിക്ക് വയ്ക്കുക എന്നുള്ള ചടങ്ങുണ്ട്. ശിവോതി എന്ന് വെച്ചാൽ ശ്രീ ഭഗവതി എന്നർത്ഥം. അപ്പോൾ ശ്രീ ഭഗവതി നമ്മുടെ വീട്ടിലേക്ക് വരാനായിട്ട് ശിവോതി പൂജയൊക്കെ ചെയ്യും. അതിരാവിലെയും വൈകുന്നേരവും വിളക്ക് വെക്കണോടുകൂടി ശിവോതി പൂജയൊക്കെ ചെയ്യണം. രാമായണം വായിക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട്. ദേവി മഹാത്മ്യം വായിക്കുക, അങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ വീടും പരിസരമൊക്കെ ശുചീകരിക്കണം എന്ന് പറയും. അപ്പോൾ അതുവരെയും വിഷുവിനൊക്കെ നന്നായിട്ടൊന്ന് ശുചീകരിച്ചതായിരുന്നു ആ സംക്രമത്തിന്. അപ്പോൾ ഈ സംക്രമം നാളെ സംക്രമമാണെന്ന് പറഞ്ഞല്ലോ, നാളെ സംക്രാന്തിയാണ്. അപ്പോൾ നമ്മുടെ വീടും പരിസരവും ശുചീകരിക്കുക എന്നുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ നമ്മളും അത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. തുടങ്ങണത് മുറ്റത്തുനിന്ന് വളപ്പിൽ നിന്ന് തുടങ്ങാമെന്ന് വെച്ചു. ഇപ്പം അതിന് വേണ്ടിയിട്ട് തന്നെ ഹെൽത്തുകാരൊക്കെ നടക്കണില്ലേ, അവിടെ വെള്ളം കെട്ടി കിടക്കുന്നുണ്ടോ, ഇവിടെ എവിടെയെങ്കിലും മാലിന്യങ്ങൾ കൂമ്പാനായിട്ട് കിടക്കുന്നുണ്ടോ, സാംക്രമിക രോഗങ്ങൾ വരാതിരിക്കാനായിട്ട്, കൊതുക് ശല്യം ഉണ്ടാവാണ്ടിരിക്കാനൊക്കെ ആയിട്ട് അവർ നടക്കണുണ്ട്. അതിനോടൊപ്പം നമ്മൾ പഴയ കാലം തൊട്ട് തന്നെ ഇത് ആരും നടക്കാണ്ട് തന്നെ, ആരും അന്വേഷിക്കാതെ തന്നെ നമ്മൾ
ചെയ്തിരുന്നു വീട്ടിൽ. മാറാലടിക്കുക, ചെതലുണ്ടെങ്കിൽ തട്ടിക്കളയുക. സാംക്രമിക രോഗങ്ങളൊക്കെ വരാതിരിക്കാനായിട്ട് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പം നമ്മളും വീടും പരിസരവും ശുചിയാക്കുക എന്നുള്ള പ്രധാനപ്പെട്ട കാര്യം. അതിനോടൊപ്പം തന്നെ പറമ്പും പരിസരം എല്ലാം ശരിയാക്കണം. നമ്മുടെ ചെടിത്തോട്ടം നിറയെ പുല്ലും ആയിരുന്നു. ഒരുപാട് പുല്ല് കൂടി, പുല്ലൊക്കെ വെട്ടിക്കളഞ്ഞ് ചെടികളൊക്കെ വെട്ടി നിർത്തി ഭംഗിയാക്കണ പണി കൂടി ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് നോക്കാതെ പോയിട്ട് കേട്ടോ, അവിടെ ചെയ്തുകൊണ്ടിരിക്കേണ്ടായിരുന്നു പണി. നമുക്ക് നോക്കാം. ഓക്കെ, നമ്മുടെ വീടിൻ്റെ മുന്നിൽ തുടങ്ങാം അല്ലേ. നമ്മൾ ചട്ടിയിലേക്കുന്ന ബോഗൻവില്ലയൊക്കെ താത്തി വെട്ടി കേട്ടോ. ഇനി ഇത് നിറയെ പൊടിച്ചു വരും ദിവസം കഴിയുമ്പോൾ. ലുജീനിയ ഒക്കെ ഷേപ്പ് ചെയ്തു വെട്ടിയിട്ട്, പിന്നെ ആ കമ്പി വേലിയുമേ ഉണ്ടായിരുന്ന കാറ്റ്സ് ക്ലോവിനെ വെട്ടി ഭംഗിയാക്കി. ആ മഞ്ഞപ്പൂ ഉണ്ടാവണത്, പിന്നെ വയലറ്റ് പൂ ഉണ്ടാവണ ചെടീനെയും വെട്ടി താഴ്ത്തി ഒന്നും കൂടി. അപ്പം അങ്ങനെ താഴെയുള്ള പുല്ലും കളഞ്ഞു. ഇനി ഇവിടുത്തെ ഈ ചെടിയുടെ ഇടയിലത്തെ പുല്ല് ഇതൊക്കെ വലിച്ചു കളഞ്ഞു. പുല്ല് കളഞ്ഞു, അതുപോലെ കേടായ ഇലകൾ, തണ്ടുകൾ എല്ലാം മുറിച്ച് കളഞ്ഞു. ബാക്കിലേക്ക് നോക്കാം. ഇവിടെ നിന്നിട്ടതാ നോക്കൂ, അടിപൊളിയായിട്ടുണ്ടല്ലേ, ക്ലീൻ ആയിട്ടുണ്ട്. മുറ്റത്ത് കുറേ സാധനം ഉണക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ, അത് വേറെ. ഇനി ഇവിടേക്ക് നോക്കൂ. ഈ ഗോൾഡൻ ഡിസ്മോഡിയൊക്കെ മോൾ ഭാഗത്ത് വെട്ടിയിട്ട് ഹൈറ്റ് കുറച്ചു, ഷേപ്പ് ചെയ്തു. ഇനി ഇത് ഈ ലുജീനിയ, അതുപോലെ ഈ പാല അതുണ്ടല്ലോ, അതൊക്കെ ശരിയാക്കി. എന്താ എല്ലാം വെട്ടി ഭംഗിയാക്കി, അടി ക്ലീനാക്കി. ഈ ചെടികൾ ചെറുത് അരാലിയ അതിന് ശരിയാക്കി. വടിയുടെ അവിടേക്ക് നോക്കിയാൽ അങ്ങോട്ടൊന്നും നോക്കാൻ അവിടെ നമ്മളുടെ ഗേറ്റുമേ മതിലുമേക്കുള്ള കാറ്റ്സ് ക്ലോവിനെ വെട്ടി നീളം കുറച്ചു. കണ്ടോ എങ്ങനെ? കണ്ടാൽ നല്ല ഭംഗിയായി. ഇത് താഴെ നിലത്ത് വരെ നീളുണ്ടായിരുന്നതാണ്, വെട്ടിക്കളഞ്ഞു കുറേ. അങ്ങോട്ടും അടിപൊളിയുണ്ട് അല്ലേ, നീളം കുറച്ചപ്പോൾ തിക്കായിട്ടത് നല്ല ഭംഗിയുണ്ട്. പൂവുണ്ടാകുമ്പോൾ എന്താ ഭംഗി! നിങ്ങളിതിൻ്റെ പൂക്കൾ മുൻപ് കണ്ടിട്ടുള്ളതല്ലേ, സൂപ്പറല്ലേ. ഇനി ഇങ്ങോട്ട് വരാം. ഈ സൈഡിലും ഈ തെങ്ങിൻ്റെ കടയൊന്ന് വെടുപ്പാക്കാനുണ്ട്, ബാക്കിയുള്ളതൊക്കെ ക്ലീൻ ആക്കിയിട്ടുണ്ട് കേട്ടോ. ഉണ്ടോ, എല്ലാം ചെത്തല്ല കേട്ടോ, മെഷീൻ അടിച്ചിട്ട് കളഞ്ഞേക്കണത്. മെഷീൻ അടിച്ചിട്ട് പുല്ലൊക്കെ വെട്ടിയപ്പോൾ താത്തി വെട്ടി കേട്ടോ. കാരണം നല്ല മഴ വരുമ്പോൾ ഇഷ്ടംപോലെ ഈ ചെറിയ കത്രിക ഉണ്ടല്ലോ, അതുകൊണ്ട് കുറേ ഭാഗം ക്ലീനാക്കി ചെടികളൊക്കെ വെട്ടി ഷേപ്പൊക്കെ ചെയ്തു. ഇനിയിപ്പോൾ ആറ്റത്ത് ഉണ്ടോ, ഈ നമ്മുടെ അബിയൂന് പൊക്കം കുറച്ചു. ഇവിടെയുള്ള സപ്പോർട്ടേനെ പൊക്കം കുറച്ചു. അധികം പൊക്കത്തിൽ പോയാൽ നമുക്ക് പഴങ്ങളൊന്നും എടുക്കാൻ കിട്ടില്ല, പൊട്ടിക്കാൻ പറ്റില്ല. എല്ലാ പുല്ലും ചൂല് കൊണ്ട് തന്നെ അടിച്ച് ക്ലീൻ ആക്കുകയാണ്. 4 ദിവസം കഴിയുമ്പോൾ നിറയെ മുളച്ച് വരുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. നല്ല ഭംഗിയുണ്ടാവും. പച്ചപ്പൊക്കെ പോയില്ലേ. ഇവിടെ വന്നപ്പോഴാണ് നമ്മളുടെ ഈ ഓറഞ്ച് ചെടിയുമ്പോൾ നിറയെ ഓറഞ്ച് പഴുത്ത് നിൽക്കുക, കണ്ടോ? പൊട്ടിക്കാം അല്ലേ. വിയറ്റ്നാം ഓറഞ്ച് എന്നതിൻ്റെ പേര് അത്ര. നല്ല ഓറഞ്ചിൻ്റെ വാസനയാണ് ഇത് പൊട്ടിക്കുമ്പോൾ. പക്ഷേ അതിൻ്റെ പുളി എന്ന് പറഞ്ഞാൽ ശരിക്കും ചെറുനാരങ്ങ പുളിയും. കുറേ ഞാൻ പൊട്ടിച്ചു, ഒരു 10-25 എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇത്ര അധികം ഇങ്ങനെ കിട്ടാറില്ല ഈ കുഞ്ഞു ചെടിയുമെന്ന്. കുറേ ദിവസത്തേക്ക് നമുക്ക് ജ്യൂസ് ഉണ്ടാക്കി കഴിക്കാം. വെറുതെ കഴിച്ചാലും മതിയിട്ട്. പഞ്ചസാര ഇട്ട് കഴിക്കാൻ മടിയാണെങ്കിൽ നന്നായിട്ട് പിഴിഞ്ഞിട്ട് ഇത്തിരി ഉപ്പിട്ടിട്ട് കുടിച്ചാൽ സൂപ്പർ. ദാഹവും മാറും, വിറ്റാമിൻ സി സമൃദ്ധമായിട്ട് കിട്ടുകയും ചെയ്യും. കുറേ ഉണ്ട് കേട്ടോ, കാണിച്ചു തരാം. പൊട്ടിച്ചു കേട്ടോ, അതാ ഇത്രയുണ്ട്.
കണ്ടോ കുറേ ദിവസത്തേക്ക് ഉണ്ട് കേട്ടോ. നമ്മുടെ റംബൂട്ടാനും അതുപോലെ തന്നെ സപ്പോട്ടയും ഒക്കെ പൊക്കം കുറച്ചു കേട്ടോ. മരമുല്ലിയും ഭംഗിയാക്കി ഷേപ്പ് ചെയ്തു. കണ്ടാ പൊക്കം കുറച്ചത്. ഇവിടെ ഈ സൈഡിൽ വള്ളി പോയിട്ടുണ്ട് കേട്ടോ, നിറയെ ഒരു പൂടവള്ളി പോലെ. അതിങ്ങനെ കയറിയിട്ട് ഈ ചെടിയുടെ മുകളിൽ കൂടെ കയറുന്നുണ്ട്. അവരെ വലിച്ചു കളയണം. കണ്ടില്ലേ വള്ളി കറണ്ട് കമ്പി പോലെ. എന്താ അവരുടെ സാമർഥ്യം അല്ലേ. അതൊക്കെ വലിച്ചു കളഞ്ഞു കേട്ടോ. ഈ മഹാഗണിയുടെ അതും വെട്ടിക്കളഞ്ഞു. ഇപ്പുറത്തുനിന്ന് കുറച്ച് വടുകപ്പുളി നാരങ്ങയുടെ ചെടിയുണ്ട്, അതും കുറച്ച് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അത് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പൊട്ടിച്ച് അച്ചാറൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഞാനൊരു 4 എടുത്ത് അച്ചാറുണ്ടാക്കിയിരുന്നു. ഇനി ഇങ്ങനെ പോയാൽ അപ്പുറത്ത് ബാമ്പു, ഗോൾഡൻ ബാമ്പു എന്ന് പറയുന്നതിന്, ഇതിനെയൊക്കെ ഒന്ന് വെട്ടി ഡ്രസ്സ് ചെയ്യണം. ഹൈറ്റ് അധികം പോയിട്ടുള്ളത് കുറയ്ക്കണം. ചുറ്റും അവിടെ എവിടെയൊക്കെ നിൽക്കണതൊക്കെ മുറിച്ച് കളഞ്ഞ് സൂപ്പറാക്കണം. മുറിച്ച് കളഞ്ഞിട്ടുള്ള ഇല അതുപോലെ പുല്ല് ഇതൊക്കെ തെങ്ങിൻ്റെ കടക്ക് കൊണ്ടിട്ടിട്ട് മൂടാം. അപ്പോൾ തെങ്ങിന് വളമായി. അതുപോലെ തന്നെ ഇവിടുത്തെ അധികാലത പോവുകയും ചെയ്തു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ നമ്മളുടെ ഇത് ക്ലീനിങ് കേട്ടോ. കണ്ടില്ലേ അടിപൊളി. ഇപ്പം നോക്കുമ്പോൾ ഉണ്ടല്ലോ നല്ലൊരു സന്തോഷം കേട്ടോ. ശരിക്കും സംക്രാന്തി വന്നു, കർക്കിടക മാസമായ പോലെ തോന്നും നമുക്ക്. മുറ്റത്തെ പുല്ലൊക്കെ ഞങ്ങൾ കുറച്ച് ദിവസം മുമ്പെല്ലാം വലിച്ച് കളഞ്ഞിട്ടുണ്ട് കേട്ടോ. നന്നായിട്ട് മുറ്റമൊക്കെ അടിച്ച് ക്ലീൻ ചെയ്ത് വീടിൻ്റെ ഉള്ളൊക്കെ അടിച്ച് തുടച്ച് ബെഡ്ഷീറ്റുകളൊക്കെ കഴുകി ഉണക്കി മടക്കി എടുത്ത് വയ്ക്കണം. മുഷിഞ്ഞ ഒറ്റ ഡ്രസ്സ് നമ്മുടെ വീടിൻ്റെ ഉള്ളിൽ ഇടാതിരിക്കണം. അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ നമ്മുടെ കർക്കിടക മാസത്തെ നമുക്ക് വരവേൽക്കാം. രാമായണ മാസത്തെ വരവേൽക്കാം. രാമായണ പാരായണം ചെയ്യാം. 2-3 തരം രാമായണം ഉണ്ട്. രാമായണം 30 ദിവസം കൊണ്ട് 31 ദിവസം കൊണ്ടാണ് ഞാൻ വായിച്ച് അവസാനിപ്പിക്കുന്നത്. പക്ഷേ ഇപ്രാവശ്യം ഞങ്ങളൊരു മുത്തശ്ശി രാമായണം കൂടി വായിക്കാനായിട്ട് വിചാരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ശ്രീരാമോദൻ്റെ സംസ്കൃതത്തിൽ അതും വായിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ രാമായണ മാസം എങ്ങനെയാണെന്നുള്ളത് എന്നോട് പറഞ്ഞോളൂ കേട്ടോ. നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ രാമായണ മാസം എവിടെ എത്തി, എന്തൊക്കെ ഒരുക്കങ്ങളായി എന്നുകൂടി പറഞ്ഞാൽ എനിക്കിഷ്ടമായിരിക്കും. കണ്ടോ ഇപ്പോൾ ഇവിടുത്തെ പുല്ലും വലിച്ചു, തെങ്ങിൻ്റെ കിടക്കിലത്തെ കേട്ടോ എല്ലാം വലിച്ച് ക്ലീനായിട്ടുണ്ട്. അപ്പോൾ ഇത് ശരിയാക്കി തന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദി. എൻ്റെ വീഡിയോ കണ്ട നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി കേട്ടോ. ഓക്കേ, ഗുഡ് ബൈ.